കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ സമൂഹ മാധ്യമങ്ങൾ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള വീഡിയോ ആണ് നമ്മുടെ അൻസാരി സുഹരി ഉസ്താദും അതുപോലെ പഴയ സുലൈമാൻ എന്ന ഇപ്പോഴത്തെ മാരിയോ ജോസഫ് എന്ന് പറയുന്ന സുവിശേഷം പ്രസംഗിക്കുന്ന മോട്ടിവേഷൻ ക്ലാസ് എടുക്കുന്ന ഭാര്യയുടെ തലതല്ലി പൊളിക്കുന്ന ഒരു വൃത്തികെട്ട പരമചെറ്റ. കുറെ കാലം ഇസ്ലാം മതത്തിൽ നിന്നുകൊണ്ട് അവിടുത്തെ ആളുകളെ പറ്റിക്കാൻ നോക്കിയപ്പം തലക്കടിച്ച് പറഞ്ഞു വിട്ടു. ജോലിയെടുത്ത് ജീവിക്കാൻ കഴിവില്ലാത്ത ഈ വേട്ടാവളിയം പിന്നെ നോക്കിയ ഒരു ചാൻസ് എന്ന് പറയുന്നത് ക്രൈസ്തവ മതത്തിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ആ ക്രൈസ്തവ മതത്തിലേക്ക് പോയി ഒരു സഹോദരിയെ വിവാഹം കഴിച്ചു. കുറെ നാള് ഇവർ രണ്ടുപേരും കൂടെ കേരളത്തിൽ ചില കുടുംബങ്ങളുടെ ഇടയിൽ പോയി മോട്ടിവേഷൻ ക്ലാസ്സും കൊടുത്ത് അവർക്ക് സുവിശേഷമൊക്കെ പറഞ്ഞു കൊടുത്ത് നേരായ മാർഗത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ഒരുപാട് പണിയെടുത്ത ഈ പരമ വേട്ടാവളിയൻ ഒരു ട്രസ്റ്റ് രൂപീകരിച്ചു. അതിനകത്ത് കണ്ടരമാണം പണം വന്ന് വീണപ്പോഴത്തേക്ക് ഇവന് ഹാലിളകി. ഇവൻ കാണിക്കാത്ത പല തെമ്മാടിത്തരങ്ങളും കാണിച്ചപ്പോൾ സ്വന്തം ഭാര്യ ചോദ്യം ചെയ്തപ്പോഴാണ് ഈ വേട്ടാവളിയൻ സെറ്റപ്പ് ബോക്സിന് ഭാര്യയുടെ തലതല്ലി പൊളിച്ചത്. എന്തായാലും മോളും കുടുംബക്കാരും എല്ലാവരും കൂടെ ഇവനെ ഭിത്തിയിലേക്ക് തേച്ച് ഒട്ടിച്ചെന്നൊക്കെയാണ് പിന്നീട് നമ്മൾ അറിഞ്ഞത്. അപ്പം അൻസാരി സുഹരി ഉസ്താദ് ഇവനെ കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് വളരെ ഹാസ്യമായ രീതിയിലാണ് ഉസ്താദ് ആ വീഡിയോ ചെയ്തത്. ഇത് കണ്ടപ്പോൾ ഇവന് ഒരുപാട് പേരുത്ത് ഇഷ്ടപ്പെട്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിനുശേഷം ഉസ്താദ് പിന്നീട് ഒരു വീഡിയോ ചെയ്തപ്പോഴത്തേക്കാണ് ഇവന്റെ തനി ഗുണവും തനി സ്വഭാവവും എന്താണെന്നുള്ളത് പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾ കണ്ടത്. നിങ്ങളോട് പറയണം, ഇവന്റെ ഏറ്റവും വലിയ പ്രചോദനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്റെ വീഡിയോ നിങ്ങൾ അവന്റെ പേജിൽ പോയി കാണുമ്പോഴാണ് അവന് ഇതിങ്ങനെ കൂടുതലായിട്ട് പ്രചോദനം ഉണ്ടാകുന്നു. ഒരിക്കലും നിങ്ങൾ അവൻ്റെ പേജിൽ പോയിട്ട് വീഡിയോ കാണരുത്. ഈ ചെറ്റയ്ക്ക് പറയാനുള്ളത് എന്താണ് എന്നുള്ളത് നമ്മളത് കൃത്യമായിട്ട് നിങ്ങളിലേക്ക് കാണിച്ചു തരുന്നുണ്ട്. നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മറുപടി ഇവൻ്റെയൊക്കെ കൊടുക്കേണ്ടടുത്ത് നല്ല കൃത്യമായിട്ട് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മുടെ ഷെഫീന ഇവനെതിരെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അറിയാമല്ലോ, ഉരുളയ്ക്ക് ഉപ്പേരി പോലെ മറുപടി കൊടുക്കുന്ന ആരെയും ഭയപ്പെടാത്ത നല്ല ഉഷിരുള്ള ഒരു സ്ത്രീയാണ് ഷെഫീന എന്നുള്ളത്. സംഘികളുടെ പേടി സ്വപ്നമാണ്, ക്രിസംഖികളുടെ പേടി സ്വപ്നമാണ്. ഇപ്പൊ ഷെഫീനയ്ക്കെതിരെ ആരും രംഗത്ത് വരുന്നില്ല. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ അവന്മാർക്ക് കൊടുക്കേണ്ടടുത്ത് കൃത്യമായിട്ട് മറുപടി കൊടുക്കും ഷെഫീന. എന്തായാലും നമുക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ സുലൈമാൻ എന്ന ഈ ഉടായിപ്പ്, ഈ കന്നന്തിരിവ് കാണിക്കുന്ന ലെവൻഡോക്കി മോന്റെ വീഡിയോ ഒന്ന് കണ്ടാലോ? ഷെഫീന കൊടുക്കുന്ന മറുപടിയും കേട്ടോ. കുറെ ദിവസമായിട്ട് എന്റെ ടൈം ലൈനിൽ എനിക്ക് ഇൻബോക്സിൽ വന്ന ഒരു മെസ്സേജ് ആണ് ഈ മറിയോയെ പറ്റിയിട്ടൊന്ന് റിയാക്ട് ചെയ്യുന്നത്. ഞാൻ ഓൾറെഡി ഒരു റിയാക്ഷൻ കൊടുത്തിട്ടുണ്ട്. നാണോ ഉളുപ്പും അല്പമെങ്കിലും അഭിമാന ബോധമുള്ളതെങ്കിൽ പൊത്തിക്കൊണ്ട് ഓടിപ്പോകും. ഇതെന്താണെന്നറിയാമോ? ഞാൻ നിങ്ങളുടെ അടുത്ത് മുമ്പ് പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ കമന്റ് ഇടുന്നു, നിങ്ങൾ വീഡിയോ കാണുന്നു, അതാണ് അവനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ടീവ് ആകുന്നത്. ജോലി ചെയ്യാൻ മടിയുള്ള വിയർപ്പിന്റെ അസുഖമുള്ള ഒരു ഊളയാണ് അത് മനസ്സിലാക്കുക. അങ്ങനെയുള്ള ഒരുത്തം പറയുന്ന കാര്യങ്ങളെ നിങ്ങൾ വലിയ ഇതായിട്ട് എടുത്തു വെച്ച് നിങ്ങൾ പറയാനും സംസാരിക്കാനും വേണ്ടി തന്നെയാണ് അവനത് ചെയ്യുന്നത്. കാരണം അവന് പഴയതുപോലെ പേയ്മെന്റ് കിട്ടുന്നില്ല. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ആൾക്കാർ അവനെ വിശ്വസിക്കുന്നത് നിർത്തിവെച്ചിട്ടുണ്ട്. അപ്പോൾ അവന് പൈസ കിട്ടാത്തത് കൊണ്ടാണ് അവന് പുതിയ അടവുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. നോക്കുമ്പോൾ സൂര്യ ഉസ്താദിന് നല്ല വ്യൂ ഉണ്ട്, നല്ല രീതിയിൽ അങ്ങനെ നന്നായി നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ്. പിന്നെ ബാക്കിയുള്ള ഉസ്താക്കന്മാരെ ആരെയും പിടിക്കാതെ സൂര്യ ഉസ്താദിനെ തന്നെ പിടിച്ചതിന്റെ ഒരു കാരണം എന്തെന്ന് പറഞ്ഞാൽ പുള്ളി സാധാരണ ഉസ്താക്കന്മാരെ പോലെ അല്ല, വെറും ദീന് വിളമ്പിക്കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയല്ല. പണ്ഡിതന്മാർ എങ്ങനെയാകണം എന്നുള്ള ഒരു മാതൃക കൂടിയാണ് മനുഷ്യൻ. അങ്ങനെയുള്ള വ്യക്തിയെ കയറി ചൊറിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇന്നത്തെ കുട്ടികൾക്ക് പോലും അക്സെപ്റ്റൻസ് ഉള്ള, ഇന്നത്തെ കുട്ടികൾ പോലും ഇഷ്ടപ്പെടുന്ന തരത്തിൽ വിഷയം അവതരിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ആഞ്ഞടിച്ചുകൊണ്ട് കളിയാക്കിക്കൊണ്ട് ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കൂടെ കിട്ടുന്ന ഒരു അക്സെപ്റ്റൻസ് ആണ് പുള്ളി ഉദ്ദേശിക്കുന്നത്. കാസക്കാരോ ബാക്കിയുള്ളവരോ ഒന്നും തിരിഞ്ഞു പോയി നോക്കില്ല. പട്ടി പോലും വെള്ളം കുടിക്കത്തില്ല. അവനെ കണ്ടാൽ ആരും മൈൻഡ് ചെയ്യത്തില്ല. ആരും ഇല്ല അവന് സത്യത്തിൽ. ഇവൻ കുറെ തെളിഞ്ഞും മറിഞ്ഞും ഒഴിഞ്ഞും ഒക്കെ പെണ്ണുമ്പളെ അങ്ങോട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പലതും ഒക്കെ ശ്രമിച്ചു നോക്കി. അവൾ തിരിഞ്ഞു പോയി നോക്കുന്നില്ല, കൊച്ചുങ്ങൾ ഒട്ടും നോക്കുന്നില്ല. ഒരു വ്യക്തിയെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുകയും അക്സെപ്റ്റ് ചെയ്യുകയും ചേർത്ത് പിടിക്കുകയും ചെയ്യേണ്ടത് കുടുംബമാണ്. കുടുംബം തന്നെ അവനെ ചവിട്ടി പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ അമ്മാതിരിയുള്ള ഒരു തേർഡ് റേറ്റ് സാധനത്തിന്റെ അടുത്ത് ഈ ഉസ്താദ് മറുപടി കൊടുക്കാൻ പോകരുതായിരുന്നു എന്നുള്ളത് ഒരു വസ്തുത. പക്ഷെ കൊടുത്തെടുത്ത് നല്ല രീതിയിൽ മറുപടി കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറെ സംഘി വാനരന്മാരെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് പിന്നെ മാതൃസ്നേഹവും എന്താ പറയുക പശു സ്നേഹവും ഒക്കെ കൊണ്ടുവന്നിരിക്കുകയാണ് പുതിയ കളരി. അപ്പൊ ഇയാൾ പറഞ്ഞ ഇയാളുടെ വാക്കുകളിൽ കൂടെ തന്നെ നമുക്കതൊന്ന് വിശദീകരിക്കാം. ഞാൻ 2 സ്പീഡിലിട്ടായിരിക്കും കേൾപ്പിക്കുക. ഞാൻ ഇവിടെ വീഡിയോ കാണിക്കത്തില്ല. നിങ്ങൾ അത് അയാളുടെ ചാനലിൽ തന്നെ പോയി കാണുക. ഞാൻ കേൾപ്പിക്കുക മാത്രമേ ഉള്ളൂ. കേൾക്കാം. അല്ലെങ്കിൽ ഭീകരവാദം എന്ന് പറയുന്ന ഒരു ബസൂരി ഭാഗമുണ്ട്. അത് പിടിപ്പെട്ട ഒരു ഉസ്താദ് എനിക്ക് മറുപടി പറഞ്ഞിട്ടുണ്ട്. ആ ഉസ്താദിന്റെ ഭാഷയിൽ ഭയങ്കര സാർ ഉസ്താദ് നമുക്ക് കുറച്ച് മനസ്സിലാവും. എന്തായാലും ഞാൻ അദ്ദേഹത്തിന്റെ മറുപടിയുടെ ഓരോ ഭാഗങ്ങൾ കണ്ടിട്ട് കേൾപ്പിച്ചു തരാം. ആദ്യം കേട്ടോളൂ. കോമഡി പറയാൻ ഉദ്ദേശിച്ചാണ്. പക്ഷേ കോമഡി ആയിട്ടല്ല വന്നിട്ടുള്ളത്, ട്രാജഡി ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. നീ കോമഡി പറയാൻ നിനക്ക് അതിനുള്ള ആംബിയർ ഇല്ലടാ. നീ അങ്ങനെ കോമഡി ആക്കാനാണ് ഉദ്ദേശിച്ച് നീ ഇത് പറഞ്ഞതെങ്കിൽ സത്യമായിട്ട് ഫ്ലോപ്പിയാണ്. കോമഡി എന്ന് പറയുന്നത് അത് അങ്ങനെ വരണം. അല്ലാണ്ട് ഇതിങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ കോമഡി ആവുന്ന നിന്റെ അടുത്ത് ആരാടാ വാഴയെ പറഞ്ഞത്? എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ. എന്തായാലും നിന്റെ കോമഡി കേൾക്കാൻ കൊള്ളാം. നോക്കട്ടെ, നീ അനന്തൂരെ കോപ്പി അടിച്ചേണ ആയിരിക്കാൻ ചാൻസ് ഉണ്ട്. എന്റെ പൊന്നു ചങ്ങാടി, ഞാൻ ഇന്ന് വരെ ഫാദർ എന്നെ അഡ്രസ് ചെയ്തിട്ടില്ല. 2, ഇന്ന് വരെ എനിക്ക് സോളമൻ എന്ന പേരുണ്ടായിട്ടില്ല. എനിക്ക് ജന്മം തന്ന ഉമ്മയും പാപ്പയും എനിക്ക് സുലൈമാൻ എന്ന പേരിടും. 18 വയസ്സിൽ എനിക്ക് ഭാര്യ എനിക്ക് ആ പേര് ഇഷ്ടമില്ലാത്തപ്പോൾ ഞാൻ മാറ്റിയിട്ട് മാരിയോ ജോസഫ് എന്നാക്കി.
നല്ല കാര്യം. അവനെ ഫാദർ എന്ന് അവൻ അതുവരെ അഡ്രസ് ചെയ്തിട്ടില്ലെന്നാ പറഞ്ഞത്. ഈ സോളമൻ എന്ന് അദ്ദേഹം ഉദ്ദേശിച്ച നിന്നെയാണെന്ന് നീ അങ്ങ് വകയിരുത്തിയ. അദ്ദേഹം ഫാദർ സോളമൻ എന്ന് പറഞ്ഞു. അതേ ഏതൊരു ഫാദർ സോളമൻ എന്ന് നിനക്ക് വിചാരിച്ചാൽ പോരായിരുന്ന? നീ എന്തിനാ അത് വകയിരുത്തി നിന്റെ പേരിലേക്ക് കൊണ്ടുവന്ന? ചിലപ്പോൾ ഫോട്ടോ കാണിച്ചിട്ടുണ്ടായിരിക്കും അല്ലെ, നിനക്ക് പെട്ടെന്ന് മനസ്സിലായി. അല്ല, നിന്നെ ഫാദർ എന്ന് വകയിരുത്തില്ല എന്നുള്ള ബോധം അദ്ദേഹത്തിനുണ്ട്. അധികം പുസ്തകങ്ങൾ വായിക്കുകയും ഈ ഒരു രണ്ട് കാറ്റഗറി, അതായത് ഹിന്ദു മതവിശ്വാസത്തിനെയും ക്രിസ്ത്യാനിറ്റിയൊക്കെ നന്നായിട്ട് പഠിച്ച മനുഷ്യന്. അദ്ദേഹത്തിന് അറിയാമല്ലോ പണ്ഡിതനാകേണ്ട മിനിമം ക്വാളിഫിക്കേഷൻ എന്താണെന്ന്. ആ മിനിമം ക്വാളിഫിക്കേഷൻ പോലില്ല നിന്നെ പള്ളിയിൽ അച്ഛനെന്ന് അദ്ദേഹം തെറ്റിദ്ധരിച്ചോ? അത് അത്ര ബോധം അദ്ദേഹത്തിനുള്ളതെന്നാണ് വിചാരിച്ചത്. എടാ, ഒന്നാമത് നീ മതം വിട്ട് മറ്റൊരു മതത്തിൽ വന്നതാണ്. നീ പ്രഭാഷണം നടത്തുന്ന കള്ളനാണ്, നാട്ടുകാരെ വലിപ്പിക്കുന്ന ഫേക്ക് ആയിട്ടുള്ള ഒരുത്തനാണ്. നീ കാലങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഫേക്കോളിത്തരം നിന്റെ പെണ്ണും പിളക്കിയിട്ട് നീ ചവിട്ടിയപ്പോൾ തന്നെ അവളെ മൂലം, അവളത് പറഞ്ഞില്ല എന്നാലും ഞങ്ങൾക്കൊക്കെ അത് കൂടിയാണ് കാര്യങ്ങൾ മനസ്സിലായത്. നിന്റെയും അവളുടെയും ആ പെർഫോമൻസ് ഒക്കെ വെച്ച് കാണുമ്പോൾ തന്നെ ബോധമുള്ളവർക്ക് മനസ്സിലായത് രണ്ട് നല്ല വേട്ടാവളിയും വേട്ടാവളിയെത്തിയുമായിരുന്നു എന്നുള്ളത്. ഇനി ആ മനുഷ്യന്റെ തലയിലോട്ട് കയറുമ്പോൾ നിനക്ക് ഒരു അക്സെപ്റ്റൻസ് കിട്ടും. നിന്റെ അടുത്ത് ഇങ്ങനെയല്ല, നല്ല ഭാഷ പറയണം, പക്ഷെ ഞാനൊന്നും പറയുന്നില്ല. നെക്സ്റ്റ് വീഡിയോ നിനക്ക് നീ ഇടുന്ന വീഡിയോയ്ക്ക് സൂര്യ ഉസ്താദ് മറുപടി എന്തെങ്കിലും ഞാൻ തരും. സമയക്കുറവുള്ളതാണ് ഞാൻ നീക്കി വെച്ചത്. തുടങ്ങാം. നിങ്ങളാരെ പോയാൽ എനിക്കൊരു പുതിയ പേര് കാണും. ഓഹോ, നിങ്ങളെ പാപ്പ വയനാട് വഴി വല്ലതും പോയിട്ട് മോട്ടാനിക്കാർ കഴിച്ചിട്ട് അതിനകത്തുണ്ടായതാണ് ഞാനെന്നാണ് വിചാരം. ഓ, മോട്ടാനിക്കാർ എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാം, പക്ഷേ പൊതുജനത്തിന് അറിയാം. അതുകൊണ്ട് പൊതുജനത്തോട് ഭാഷയും ഭാഷാശാസ്ത്രവും ഒക്കെ നന്നായിട്ടുണ്ട്. ഈ മോത്താ നിക്കാഹ് എന്നൊക്കെ പറയുന്ന സാധനവും മനസ്സിലായിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾക്കാർക്കും അറിയാത്തൊരു സാധനം നിനക്ക് അറിവുള്ളത് എങ്ങനെയാണെന്ന് അറിയാമോ? നിന്റെ ഉമ്മ അത് ചെയ്തിട്ടുണ്ട്, നീ അത് കണ്ടിട്ടുണ്ട്. അതിലുണ്ടായ ജന്തതിയാണ് നീ. പക്ഷെ അദ്ദേഹത്തിന്റെ ഫാദർ ആണോ എന്നുള്ളത് നീ അത് പറയുമ്പോൾ തന്നെ നിന്റെ ഉമ്മയെ നീ പക്ക മറ്റേതെന്നല്ലേ പറയണം. നിന്റെ ഉമ്മ നാട് നാണയങ്ങളെ നടന്ന് എല്ലാവർക്കും പാവിരിക്കുന്നോളെന്നല്ലേ പറഞ്ഞത്. എടാ, സ്വന്തം പെറ്റ തള്ളയെ അപരാധം പറയണം. നിന്നെ പോലെ ഒരു വായി നോക്കിക്ക് ആ മനുഷ്യൻ മറുപടി തന്നെങ്കിൽ തന്നെ വലിയ കാര്യമാണ്. അദ്ദേഹം ദീനുള്ള ഒരു മനുഷ്യനാണ്. ആ മനുഷ്യൻ നിന്നെ പോലെ സ്വന്തം പെറ്റ തള്ളയെ പോക്കൃത്തരം പറയുന്ന ഒരുത്തനിക്ക് മറുപടി തന്നെങ്കിൽ അതിൽ പരം ഒരു ക്രെഡിബിലിറ്റി വേറെ എന്തുവാടാ? ആഹ്ലാദിപ്പിൻ, അർമാദിപ്പിൻ. ഈ മുസ്ലിം ഒരു നാട്ടിൽ വേറെ നാട്ടിൽ, അതായത് ഭാര്യ ഭർത്താവായി ജീവിക്കുന്ന ഒരു മുസ്ലിം ഭർത്താവ് ജോലി ഒരു നാട്ടിൽ പോയി കഴിഞ്ഞിട്ട് അവന് കാമം വന്നു കഴിഞ്ഞാൽ അവൻ ഇസ്തിൻജാവും ബിയദ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അവന്റെ കൈകൊണ്ട് അവൻ സംഭവം ചെയ്യരുത്. പിന്നെ അവൻ സിന ചെയ്യുന്നില്ല. ഇതെല്ലാം ക്രിസ്ത്യാനിറ്റിയിലും ഉണ്ട്. ക്രിസ്ത്യാനിറ്റിയിലുള്ള അതേ സാധനങ്ങൾ തന്നെയാണ് സ്വയംഭോഗം എന്ന് പറയുന്നത്. അതായത് ഈ നമ്മളുടെ പരമ്പരകളുടെ ശേഷിപ്പ്, അതായത് ഇനി നമുക്ക് അടുത്ത സന്തതി പരമ്പരകൾ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ പരസ്പരം അകിഷ്ടരാകണം. അങ്ങനെ ആകാതിരിക്കാൻ ഈ ഒരു സാധനം ഉണ്ടായാൽ, അതായത് നമ്മൾ ഈ സ്വയംഭോഗം ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാകില്ല. അതൊരു കൺസെപ്റ്റ് ഉണ്ട്. ആ കൺസെപ്റ്റിന് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പുരോഹിതരൊക്കെ ഇത് പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ തെറ്റിലേക്ക് പോകരുത് എന്നുള്ളത്. സ്വയംഭോഗം നല്ലതാണോ തെറ്റാണോ എന്നുള്ള ക്ലാസ്സിൽ ഇവിടെ നടക്കുന്നത്. പക്ഷേ ഇത് ക്രിസ്ത്യാനിറ്റിയാണ് ഏറ്റവും കൂടുതൽ പറയുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, എൻ്റെ ഒരുപാട് ക്രിസ്ത്യൻ സുഹൃത്തുക്കൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞങ്ങൾ ഈ സ്വയംഭോഗം ചെയ്യുമ്പോൾ ഭയങ്കര ഗിൽറ്റി ഫീലിംഗ് ആയിരിക്കും. കാരണം ഈ കൺഫെഷൻ ടൈമിൽ അച്ഛൻ്റെ അടുത്ത് നമ്മൾ ഇത് തന്നെയാണ് പറയുന്നത്, അപ്പോൾ അച്ഛൻ നിർദ്ദേശിക്കുന്നതാണ്. പക്ഷെ നല്ലൊരു വൈദ്യശാസ്ത്രം അറിയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അങ്ങനെ പറയത്തില്ല. അത് അങ്ങനെ ചെയ്യണമെന്നുള്ളതാണ്, ചെയ്യുന്നത് നല്ലതാണെന്നാണ് ശാസ്ത്രം പറയുന്നത്. ഇനി ഇവരൊക്കെ എന്ത് പറയണമെന്ന് എനിക്കറിയത്തില്ല. അത് ബൈബിളിലും ഉള്ളത് തന്നെയാണ്. നീ മുസ്ലിങ്ങളെ കളിയാക്കണമെന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ക്രിസ്ത്യാനികളാണ് അവിടെ ഊക്കുന്നത്. നിയമാനുസരണം നടത്തിയ ആ വ്യഭിചാരം നിന്റെ തള്ള ചെയ്തത് കൊണ്ട് അങ്ങനെ ഉണ്ടായതാണ് നീ വ്യഭിചാര സന്തതി എന്നല്ലേ നീ പറഞ്ഞു വരുന്നത്. അത് ഞങ്ങൾ സമ്മതിച്ചു, ഞങ്ങൾക്ക് മനസ്സിലായി. എന്റെ അമ്മച്ചി നല്ല 1ാം ക്ലാസ് വ്യഭിചാരിയായിരുന്നു എന്നല്ലേ പറഞ്ഞത്. ഈ മതവിശ്വാസത്തിൽ ജനിച്ച ആ സ്ത്രീ ഉൾപ്പെടെ ഈ വിശ്വാസത്തിൽ നിൽക്കുന്നവരാണല്ലോ. അപ്പൊ ആ വിശ്വാസത്തിലുള്ള പെണ്ണുങ്ങളൊക്കെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നീ അതാണ്. നീ ഒരു കാര്യം മറന്നു പോകരുത് മരിയോ, നീ ഒരു കമ്മ്യൂണിറ്റിയെ അഡ്രസ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന വ്യക്തിയാണ്. നീ യുക്തിവാദിയല്ല. യുക്തിവാദികൾ ഇരുന്ന് വായ്ത്താളം പറയുന്ന കണക്ക് നീ ഈ മതത്തിനെതിരെ പറഞ്ഞാൽ ഹ്യൂജ് ആയിട്ട് നിനക്കെതിരെ പെറ്റീഷൻ ഞാൻ ഫയൽ ചെയ്യിപ്പിക്കും. അതിൽ നിനക്ക് വരുന്ന ഭവിഷ്യത്ത് എന്താണെന്ന് നിനക്കറിയാമോ? ഒരു മതവിശ്വാസിക്ക് മറ്റൊരു മതവിശ്വാസിയെ ഇതുപോലെ പോക്കൃത്തരം പറയാനുള്ള നിയമം ഇല്ല, അങ്ങനെ ഒരു ക്ലൗസ് ഇല്ല. നിരീശ്വരവാദിയായിരിക്കണം. അഭിപ്രായ സ്വാതന്ത്ര്യത്തിൽ മതവിമർശനം പെടത്തില്ല. മതത്തിനെ വിമർശിക്കാനായിട്ട് നിനക്ക് യോഗ്യതയില്ല. യുക്തിവാദികൾ ചെയ്താൽ ഓക്കെ, അവരുടെ അവർക്ക് അതിനുള്ള റൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ നീ ചെയ്തിട്ട് നീ അകത്ത് പോയി ഉണ്ട മുഴുകും, അത്രയേ ഉള്ളൂ. 18ാമത്തെ വയസ്സിൽ ഇസ്ലാം മതം ഉപേക്ഷിച്ചാണ് ഇവൻ ക്രൈസ്തവ മതത്തിൽ വന്നത്. എന്നാൽ എന്ത് ചെയ്യണമായിരുന്നു? ആ മതത്തിൽ നിന്നുകൊണ്ട് നല്ലതിനെ തെരഞ്ഞെടുത്തുകൊണ്ട് ജനങ്ങൾക്ക് നല്ലത് ചെയ്യണമായിരുന്നു. പക്ഷേ ഇവൻ കാണിച്ച തെണ്ടിത്തരവും തെമ്മാടിത്തരവും നിങ്ങൾക്ക് അറിയാമല്ലോ. കോടിക്കണക്കിന് രൂപ പാവം പിടിച്ച സാധാരണക്കാരായിട്ടുള്ള വിശ്വാസികളിൽ നിന്ന് അപഹരിച്ച് റൂമിലിരുന്നുകൊണ്ട് ഈ വേതാളനും ആ വേട്ടാവളിയെത്തി എല്ലാം കൂടെ തിന്നു കൊഴുത്തു മുറ്റിയപ്പം എല്ലിൻ്റെ ഇടയിൽ കയറിയാണ് പ്രശ്നങ്ങളുണ്ടായത്. ഇപ്പൊ ക്രൈസ്തവരും തിരിഞ്ഞു നോക്കുന്നില്ല, ക്രിസ്സംഖികളും ഇപ്പം ഇവനെ കൈയൊഴിഞ്ഞ മട്ടാണ്. കാരണം ഇവന്റെ പൂർവ്വ ജന്മം എന്താണെന്നുള്ളത് ഇവർക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഇവനെ വലുതായിട്ടൊന്നും കാര്യമാക്കുന്നില്ല. ഇപ്പൊ രോമസിംഹൻ എന്ന് പറയുന്ന ഒരു നായ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. പണ്ട് അലി അക്ബർ എന്ന് പറയുന്ന പേരിൽ ഇരുന്നു കൊണ്ട് ഇസ്ലാമിനെ വിമർശിച്ചപ്പോഴത്തേക്ക് സംഖ്യകളും കാസുകളും പൊക്കിക്കൊണ്ട് നടന്നു. അപ്പൊ ഇവനിനി മാരിയോ എന്നുള്ളത് വീണ്ടും പഴയ ഹനുമാനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ചിലപ്പം അവർ സപ്പോർട്ട് ചെയ്തേക്കാം. അല്ലാതെ നീ ഈ പേരിലിരുന്നു കൊണ്ട് ഇവിടുത്തെ ഇസ്ലാമിനെ വിമർശിച്ചാലൊന്നും ഇവരാരും മൈൻഡ് ചെയ്യത്തില്ല. നിങ്ങൾക്ക് മറ്റേ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് സംഭവിച്ചിട്ടുള്ള ഫസൽ കാരാട്ട് എന്ന് പറയുന്ന ഒരു 1ാം തരം ഊളയെ നിങ്ങൾക്ക് അറിയാമല്ലോ. അവൻ ആ പേരിലിരുന്നുകൊണ്ട് വിമർശിക്കുന്നുണ്ട്, അവന് നല്ല രീതിയിൽ ചിക്ലിയും കിട്ടുന്നുണ്ട്. അപ്പൊ എന്തായാലും നമ്മുടെ ഷെഫീന കൊടുത്ത മറുപടി കിടുക്കാച്ചി മറുപടിയല്ലേ. അവസാനം പറഞ്ഞിട്ടുള്ള ആ പോർഷൻ ഉണ്ടല്ലോ, അത് മാസാണ്. ഇവനെ പോലുള്ള പിഴച്ച സന്തതികളാണ് സ്വന്തം മാതാവിനെയും പിതാവിനെയും പറയിപ്പിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക.